അലൈക്കും വറഹ്മത്തുള്ളാ. ഇബാന സ്കൂൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇങ്ങനെ ക്രോമിൽ ഒരു വിൻഡോ എടുത്ത് അവിടെ SYS ഓൺലൈൻ .in SYS എന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്യുക. ആ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യും, പിന്നെ ഇങ്ങനെ ലോഗിൻ വിൻഡോ കിട്ടും. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഇങ്ങനെ ലോഗിൻ വിൻഡോ കിട്ടും. ആ ലോഗിൻ വിൻഡോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ യൂസർ നെയിം എന്നുള്ളിടത്ത് നമ്മൾ നമ്മുടെ യൂണിറ്റിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ആണ് കൊടുക്കേണ്ടത്. എൻ്റെ ഇതിൽ ഞാൻ ഓൾറെഡി ചെപ്രശ്ശേരി യൂണിറ്റിൻ്റെ യൂസർ നെയിം പാസ്വേഡിൽ ഓൾറെഡി സേവ്ഡ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്യാണ്. നിങ്ങൾ യൂണിറ്റിൻ്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ വരും. ഇത് മൊബൈലിലാവുമ്പോൾ താഴേക്കിട്ടാണ് ഉണ്ടാവുക. സാധാരണ റിസൾട്ട് സുന്നി ബഷീർ താഴ്വ ഇങ്ങനെ ഇബാന സ്കൂൾ എന്ന താഴെ ഉണ്ടാവും. അതിൽ ഇബാന സ്കൂൾ എന്നുള്ളത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇബാന സ്കൂളിലെ ഐക്കൺ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു വിൻഡോ വരും. ഈ വിൻഡോയിൽ ആഡ് മെമ്പർ ഫീ ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ള 2 ഓപ്ഷനുകൾ. അതിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ആഡ് മെമ്പർ എന്നുള്ളത് കൊടുക്കുക. ആഡ് മെമ്പർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ ഒരു രജിസ്ട്രേഷൻ വിൻഡോ വരും. ഈ രജിസ്ട്രേഷൻ വിൻഡോയിൽ നമ്മൾ യൂണിറ്റ് ഓൾറെഡി അതിൽ സെലക്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മളവിടെ മെമ്പർ ആരുടെയാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തെങ്കിൽ ആ മെമ്പറെ നമ്മൾ അതിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ ഞാൻ അഷറഫ് ടി എന്നുള്ള ഒരു ആണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് അത് നിലവിൽ നമ്മൾ മെമ്പർഷിപ്പിൻ്റെ സമയത്ത് കൊടുത്തിട്ടുള്ള ഡാറ്റകളൊക്കെ അതിൽ കൃത്യമായിട്ട് വരും. അതിൽ വാട്സപ്പ് നമ്പർ വരില്ല. അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മളവിടെ ആഡ് ചെയ്യുക. ദെൻ നമുക്ക് അവിടെ അടുത്തതിൽ ബ്ലഡ് ഗ്രൂപ്പ് എന്നുള്ള ഇതുണ്ട്. അത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്ന് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓർഗനൈസേഷൻ പിന്നെ ഡെസിഗ്നേഷൻ എന്നുള്ളതുണ്ടാവും. അവിടെ നമ്മൾ പിന്നെ അവരുടെ എന്താണ് അവരുടെ പിന്നെ ഓർഗനൈസേഷൻ ഡെസിഗ്നേഷൻ സംഘടനാ സ്ഥാനം എന്താണ് എന്നുള്ളത് നമ്മൾ കൊടുക്കുക. യൂണിറ്റ് സെക്രട്ടറി ആണെങ്കിൽ യൂണിറ്റ് സെക്രട്ടറി, യൂണിറ്റ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ യൂണിറ്റ് എക്സിക്യൂട്ടീവ്, പിന്നെ സർക്കിൾ ഭാരവാഹിയാണെങ്കിൽ സർക്കിളിൻ്റെ ഏതാണ് പിന്നെ വകുപ്പ് എന്നുള്ള രീതിയിൽ സർക്കിളിൻ്റെ വകുപ്പ് അനുസരിച്ചിട്ടുള്ള ഭാരവാഹിത്വം, സോണിൻ്റെ ഭാരവാഹിത്വം, സോൺ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ എന്താണോ സംഘടനയിലെ പിന്നെ സ്ഥാനം എന്നുള്ളത് അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുക. ഏറ്റവും മുതിർന്ന സ്ഥാനം രീതിയിൽ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയകൾ എന്നുള്ള രീതിയിൽ അവിടെ സംഘാടനം, അങ്ങനെ കുറേ പൊതുപ്രസംഗം, കൗൺസിലിംഗ്, മതപ്രഭാഷണം, സംഘടനാ ക്ലാസ്, വ്യക്തിഗത എന്നുള്ളതുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ആ വ്യക്തിയുടെ ഇത് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ പിന്നുള്ള 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇദ്ദേഹം പ്ലാറ്റൂൺ അംഗമാണോ എന്നുള്ളതാണ്. പ്ലാറ്റൂൺ അംഗമാണെങ്കിൽ നമ്മൾ ആണ് യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇദ്ദേഹം യൂണിറ്റ് എക്സിക്യൂട്ടീവ് ആണോ ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സർക്കിൾ എക്സിക്യൂട്ടീവ് ആണോ ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. പിന്നെ സോൺ എക്സിക്യൂട്ടീവ് ആണോ അപ്പോൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് കൊടുക്കുക, അല്ലെങ്കിൽ അല്ല എന്ന് കൊടുക്കുക. ഇനി ഒരാൾ പിന്നെ ഇതിൽ തന്നെ ഒന്നിലധികം ഇപ്പോൾ ഇതിൽ ആയിരിക്കാം. ഉദാഹരണത്തിന് ഒരാളിപ്പോൾ പ്ലാറ്റൂൺ അംഗമായതോടൊപ്പം തന്നെ അയാൾ യൂണിറ്റിൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, യൂണിറ്റ് എക്സിക്യൂട്ടീവിലുണ്ട്, സർക്കിൾ എക്സിക്യൂട്ടീവിലുണ്ട്. അപ്പോൾ 3 എസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലൊക്കെയാണോ അയാൾ അംഗമായിട്ടുള്ളത് അവിടെ നമ്മൾ യെസ് കൊടുക്കുക. 4 അംഗമാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഒരാളിപ്പോൾ എന്ത് ചെയ്തു, പ്ലാറ്റൂൺ അംഗമാണ്, അദ്ദേഹത്തിൻ്റെ യൂണിറ്റിലെ എക്സിക്യൂട്ടീവ് അംഗമാണ്, അദ്ദേഹത്തിന് സർക്കിളിൽ ഒരു പിന്നെന്താ സർക്കിളിലെ ഭാരവാഹിയോ അല്ലെങ്കിൽ പിന്നെന്താ ജനറൽ സെക്രട്ടറി അതല്ല, അപ്പോൾ സർക്കിൾ എക്സിക്യൂട്ടീവ് ആവും. സ്വാഭാവികമായിട്ടും അദ്ദേഹം സോണിൽ എക്സിക്യൂട്ടീവ് ആണ് എങ്കിലും സോണിൽ, അപ്പോൾ 4 എസ് കൊടുക്കാം. ആണ് ഏതിലൊക്കെയാണോ ഉള്ളത് അതിൽ കൊടുത്തതിന് ശേഷം സേവ് എന്നുള്ളത് കൊടുക്കുക. നമ്മൾ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഫീ ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്ത ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ നമ്മൾ പേ നെയിം കൊടുക്കുക. പിന്നെ അങ്ങനെ കൊടുത്തതിന് ശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്ത് പിന്നെ പേ ഓൺലൈൻ എന്ന് പോവുക. അപ്പോൾ നമ്മൾ അത് ചോദിക്കും, ഒരു ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അവിടെ യെസ് കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്നുള്ളത് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ ഒരു ചെക്കൗട്ടിൽ വിൻഡോ ആണ് നമുക്ക് വരിക. ഈ ചെക്കൗട്ടിൽ നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തുക.
ഇത് ഇങ്ങനെ തന്നെ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. യെസ് ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പോകുന്നത് നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷനിൽ ഉണ്ട് കാർഡ്സ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, UPI ഉണ്ട്. ഏത് അഡ്വാൻസും നമുക്ക് സെലക്ട് ചെയ്യാം. UPI സെലക്ട് ചെയ്യുകയാണെങ്കിൽ UPI സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ ആമസോണോ ഏതാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്ത് അതിൻ്റെ നമ്മളവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പിന്നെ യൂസർ ID ഉണ്ടാവും, നമ്മൾ GPay ID ഉണ്ടാവുമല്ലോ, പിന്നെ UPI ID ഉണ്ടാവും. UPI ID സെലക്ട് അടിച്ച് അത് അതിൻ്റെ ഇതിൽ ഏതാണോ പിന്നെ ഫിക്സ് എന്നുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ വെരിഫൈ ചെയ്തിട്ട് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. വെരിഫൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ അത് കറക്റ്റായിട്ട് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ UPI ID അടിച്ച് ആകുമ്പോൾ ഇതുപോലെ വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് വരും, വെരിഫൈ ചെയ്ത് വരും. വെരിഫൈ ചെയ്ത് കറക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ പേ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിന്നീട് നമ്മളുടെ ജിപേയുടെ ഇതിൻ്റെ പേയ്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാകും. ആ പേയ്മെൻറ്റ് റിക്വസ്റ്റ് നമ്മളവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റഡ് എന്നുള്ളതിലേക്ക് വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക എല്ലാവരും. പക്ഷേ അതെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കുകയും ചെയ്യാം.